കരഞ്ഞു പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാൻ നോക്കുക. കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഇതിട്ടത് പറയാൻ വാക്കുകളില്ല. ഈ 8 കൊല്ലം കൊണ്ട് ഇപ്പോൾ 9ാമത്തെ കൊല്ലമായി. 9 കൊല്ലം കൊണ്ട് ഈ ജ്യേഷ്ഠനും ഞങ്ങളുടെ ബന്ധുക്കാർ എല്ലാം ഞങ്ങൾ ബന്ധുക്കാരാണ് കിടക്കുന്നത്. ഉമ്മയുടെ ആങ്ങയുടെ മക്കൾ, സഹോദരൻ്റെ മക്കൾ എല്ലാം കിടക്കുന്നത്, പെങ്ങളുടെ മക്കൾ. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് വെച്ചാൽ ഞങ്ങളെ ജീവൻ തീർന്നു. അവർ 8 കൊല്ലം കൊണ്ട് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ഇവരെ 3 പേരും ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. പല ജയിലിൽ കൊണ്ടിട്ട് ഇപ്പോൾ ഇവരെ കൂടെ ഒരു 6-7 പേരുണ്ടായിരുന്നു. ഇവർ പാവപ്പെട്ട പെയിൻറ്റിങ് തൊഴിലാളികളായ ആൾക്കാരെ, കാശിന് അർജൻ്റായ ആൾക്കാരെ തിരഞ്ഞു പിടിച്ച്. ഇതിപ്പോൾ കുടുംബത്തിനകത്തായതുകൊണ്ട് പുള്ളിക്കാരന് പെട്ടെന്ന് എളുപ്പമായി ഇത് ആളെ പിടിക്കാൻ. വെളിയിൽ നിന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. മലേഷ്യയിലെ കെമിക്കൽ ഫാക്ടറിയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കൊല്ലം പേരയം സ്വദേശികളായ 3 പേരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് കെമിക്കൽ ഫാക്ടറിയിലെ ജോലിയല്ല, ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുന്ന സ്ഥാപനത്തിലേക്കാണ് ജോലിക്ക് കൊണ്ടുപോയതെന്ന് ഈ 3 യുവാക്കളും മനസ്സിലാക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 8 വർഷമായി മലേഷ്യയിലെ ജയിലിൽ കഴിയുകയാണ് കൊല്ലം പേരയം സ്വദേശികളായിട്ടുള്ള 3 യുവാക്കൾ. ഈ ഘട്ടത്തിൽ ഈ 3 യുവാക്കളുടെ ബന്ധു കൂടിയായിട്ടുള്ള ഫവാദ് മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? കെമിക്കൽ ഫാക്ടറിയിലാണ് ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഒരു ബന്ധുക്കാരനാണ്. അതായത് എൻ്റെ ഉമ്മയുടെ മൂത്ത ആങ്ങളുടെ മകൻ. ആളുടെ പേര് സജീവ് എന്നാണ്. ഇതിനൊരു ഏജൻ്റ് ഉണ്ട്, ഷാജഹാൻ എന്ന് പറയുന്ന വെട്ടൂർ, മേലെ വെട്ടൂർ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ഇരട്ടപ്പേരുണ്ട്. ഹൂഡി ബാബ എന്നങ്ങണ്ട ആണ് ആളെ, ഓർമ്മയില്ല, അതങ്ങനെ ആളെ പേര്. ഇപ്പം ഇതൊരു ചതിയാണ് എന്നുള്ളതാണ് ഇപ്പം ജ്യേഷ്ഠനും ബാക്കിയുള്ള ഈ 2 പേർക്കും മനസ്സിലാവുന്നത്. കാരണം ഇവരാദ്യം കെമിക്കൽ കമ്പനി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഒരു വലിയൊരു ഏക്കറിലെ ഒരു ചെറിയൊരു ഷെഡിലേക്കാണ് ഇവരെ കൊണ്ടുപോയത്. കാട് പിടിച്ച് കിടക്കുന്ന ഷെഡിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, മറ്റുള്ള കാര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ ഈ കൊണ്ടുപോയ ആൾക്കാരുടെ പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണമില്ല, കാര്യങ്ങളില്ല, നിങ്ങൾക്ക് നാട്ടിൽ പോകണം. അപ്പോൾ ഇവർ പറഞ്ഞു അതെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തരാം. ആഴ്ചകൾ കൊണ്ട് അവിടെയെല്ലാം സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തു. അപ്പോൾ അവർ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കിടക്കുന്ന ഈ കാടും പടലയെല്ലാം വൃത്തിയാക്കി വീടെല്ലാം പെയിൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള കെമിക്കൽ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് നിങ്ങൾക്ക് കറക്റ്റാക്കി തരാം, ജോലി കറക്റ്റാക്കി തരാം എന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം ആ ഏരിയ ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം രാത്രി കാലങ്ങളിൽ അവിടെയുള്ള സ്വദേശികളായ കുറേ ആൾക്കാർ വണ്ടിയിലും ബൈക്കിലും വന്ന് രാത്രി എന്തൊക്കെയാണെന്ന് ഇവർക്കറിയില്ല. ഇവരടുത്ത് പറയും, അവർ 3 പേരാണ് അവിടെ ഉള്ളത്. അവരടുത്ത് പറയും നിങ്ങൾ വെളിയിലോട്ട് പോക്കോ, 3 ഭാഗത്തേക്ക് മാറി നിന്നിട്ട് എന്തെങ്കിലും ടോർച്ച് വെട്ടങ്ങളോ സൗണ്ടുകളോ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കുക. അങ്ങനെ നിരന്തരം വന്നപ്പോഴത്തേക്ക് ഇവർക്ക് സ്വയമേ പേടി തോന്നി. അങ്ങനെ ഇവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് സംഭവം മനസ്സിലായി, ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ജോലിയാണെന്നുള്ളത്. നിങ്ങളെങ്ങനെയാണ് അറിയിച്ചത്? ഞങ്ങൾ വോയിസ് ഉണ്ട്, ഈ കഴിഞ്ഞ ആഴ്ച ഇട്ടുന്ന വോയിസ് ഞങ്ങളതിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ അങ്ങേ ആഴ്ച, കാരണം അവർ കരഞ്ഞു പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാൻ നോക്കുക. കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഇതിട്ടത് പറയാൻ വാക്കുകളില്ല. ഈ 8 കൊല്ലം കൊണ്ട് ഇപ്പോൾ 9ാമത്തെ കൊല്ലമായി. 9 കൊല്ലം കൊണ്ട് ഈ ജ്യേഷ്ഠനും ഞങ്ങളുടെ ബന്ധുക്കാർ എല്ലാം ഞങ്ങൾ ബന്ധുക്കാരാണ് കിടക്കുന്നത്. ഉമ്മയുടെ ആങ്ങയുടെ മക്കൾ, സഹോദരൻ്റെ മക്കൾ എല്ലാം കിടക്കുന്നത്, പെങ്ങളുടെ മക്കൾ. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് വെച്ചാൽ ഞങ്ങളെ ജീവൻ തീർന്നു. അവർ 8 കൊല്ലം കൊണ്ട് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ഇവരെ 3 പേരും ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. പല ജയിലിൽ കൊണ്ടിട്ട്. ഇപ്പോൾ ഇവരെ കൂടെ ഒരു 6-7 പേരുണ്ടായിരുന്നു. ഇവർ പാവപ്പെട്ട പെയിൻറ്റിങ് തൊഴിലാളികളായ ആൾക്കാരെ, കാശിന് അർജൻ്റായ ആൾക്കാരെ തിരഞ്ഞു പിടിച്ച്. ഇതിപ്പോൾ കുടുംബത്തിനകത്തായതുകൊണ്ട് പുള്ളിക്കാരന് പെട്ടെന്ന് എളുപ്പമായി ഇത് ആളെ പിടിക്കാൻ. വെളിയിൽ നിന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് അവരെ ട്രാപ്പിലാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവർക്ക് നിലവിളിച്ചുകൊണ്ട് പറയണം ഞങ്ങൾ എങ്കിലും രക്ഷപ്പെടുത്ത്. അവരെ ഈ 3 പേര് നാട്ടിൽ വന്നു തിരിച്ച്. ഇവരെ കൂടെ പോയ 3 പേര് നാട്ടിൽ വന്നു. അത് ഞങ്ങളുടെ ബന്ധുക്കാർ തന്നെയാണ്. വന്നിട്ട് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കമ്പനിക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങളെ കുറേശ്ശെ ആൾക്കാരെ ഞങ്ങൾ ഇറക്കി വിടും, ഇന്ന് വരും, നാളെ വരും, അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞ്. ഇപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു കേസിൻ്റെ ഫൈനൽ. അന്ന് അവർ ഇറക്കി വിടുമെന്ന് പറഞ്ഞതാണ്. അന്ന് ഈ 3 പേരെ റിലീസാകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ പറയുന്നത് ഇനിയും 20 കൊല്ലം അതിനകത്ത് കിടക്കണം. മാതാപിതാക്കൾ, വയസ്സായ ആൾക്കാർ, മരണപ്പെട്ട ബാപ്പമാർ ഒരുപാട് മരണപ്പെട്ടു പോയി, ഫാമിലി നഷ്ടപ്പെട്ടു, എല്ലാം വളരെ. അതായത് ഇവരെങ്ങനെ 3 പേരും ആഴ്ചയിൽ വിളിക്കുക? ഓരോരുത്തർ വിളിക്കുന്ന സമയം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നേരത്തെ വിളിക്കത്തില്ലായിരുന്നു. നേരത്തെ വിളിക്കാനുള്ള ഫാറൂഖ് ചൊവ്വാഴ്ച ദിവസം വിളിക്കും, ഒരു 1 മണി 1:30 മണിയോട് വിളിക്കും. സിയാദ് വ്യാഴാഴ്ച 12 മണിയാക്കുമ്പോൾ വിളിക്കും. സവീർ തിങ്കളാഴ്ച ഇതേ സമയം 12, 1 മണി 1:30 മണി ആ ടൈമിലൊക്കെ വിളിച്ച് കാര്യങ്ങൾ വിശദവിവരങ്ങളൊക്കെ തരും. പക്ഷേ അവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഇറങ്ങാൻ പോയതാണ്. ഞങ്ങൾ ചെറുപ്പക്കാരായ ഞങ്ങൾ നാട്ടുകാർ ഇറങ്ങാൻ പോയതാണ്. അപ്പം ജ്യേഷ്ഠൻ പുള്ളി വിളിച്ചു പറഞ്ഞു നിങ്ങളാരും ഇറങ്ങരുത്, ഞങ്ങളുടെ ജീവന് ഇവിടെ ആപത്താണ്, നിങ്ങൾ പുറലോകം അറിയിക്കരുത്,
ഇത് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിലിനകത്ത് ഞങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടില്ല, ഞങ്ങളെ കൊല്ലാൻ വരെ അവർ മടിക്കില്ല. അതുകൊണ്ട് ആരുടെ പറയും, ഞങ്ങളതൊന്നും മാതാപിതാക്കളടുത്തും ഞങ്ങൾ ബന്ധുക്കാരുടെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളിത് ഉള്ളിലൊതുക്കി ഇന്ന് ഇറങ്ങും നാളെ ഇറങ്ങുമെന്നും പറഞ്ഞ് കാത്തിരുന്നു. പക്ഷേ ഇതൊരു ട്രാപ്പാന്നുള്ള കാര്യം ഇപ്പോൾ ഇവരെ വോയിസ് കോളും അവരെ ഓഡിയോ കോളും എല്ലാം വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ട്രാപ്പാന്നുള്ളത്. നിങ്ങൾ അവർ കുടുക്കിയതാണ് നിങ്ങൾ പറയുന്നത്? കുടിക്കിയതാണ്. അത് അവർ പറയുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും അധികൃതർ ഇന്ത്യൻ എംബസിയിൽ നിന്നോ ആരെങ്കിലും, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കണ്ട് അതിന് നിവേദനം കൊടുത്ത് അവർ 2 ദിവസം ആകുമ്പോഴേക്ക് വിവരം അറിയിക്കാമെന്ന് പറയും. ഇപ്പോൾ ഒരാഴ്ചകളായി ഒന്നും ആയിട്ടില്ല. അത് ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് കണക്ക് തന്നെ ഇപ്പം ആ ജയിലിൽ നിന്ന് ആരെങ്കിലും ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മലേഷ്യൻ എംബസിയിൽ നിന്നോ ഒരാൾ ഇവരെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അത് അവിടെ ചെന്നാലേ അവർക്ക് മനസ്സിലാവും. അവിടെ ചെന്നാൽ അവർ പറയുന്നത് മനസ്സിലാവും. ഈ കൊണ്ടുപോയ ഈ ഏജന്റ് എന്ന് പറഞ്ഞ ആൾ അവിടെ ഉണ്ട്, ആ ജയിലിൽ തന്നെ ഉണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഇവരെ 3 പേരെ റിലീസാക്കാം, ഈ കേസെല്ലാം ഞാൻ ഏറ്റെടുക്കാം എന്നാണ്. കാരണം ഇവരെ അറിയാം, കൊണ്ടുപോയ ആളാണ് പറഞ്ഞത് ഇവരെ 3 പേരെ കേസും ഞാൻ ഏറ്റെടുത്തോളാം, അവരെ റിലീസാക്കി വിടാം. പക്ഷേ അതിനൊരാൾ, ഇത് കേൾക്കാനുള്ള ഒരാൾ അവിടെ എത്തണം. കേരള ഗവൺമെന്റിനോടും കേന്ദ്ര സർക്കാരിനോട് വിഷയം സൂചിപ്പിച്ചിരുന്നു. ആരെങ്കിലും നേരിട്ട് കണ്ടിരുന്നു? സതീശൻ സാറിനെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. സാറ് 2 ദിവസം വെച്ച് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞു. പിന്നെ PC വിശ്വനാഥ് സാറിനെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രേമചന്ദ്രനെ സാറിനെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് അവധി പറഞ്ഞിട്ട് അത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി എല്ലാവരെയും അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ലാസ്റ്റ് ഫൈനലിൽ ഞങ്ങൾ നിൽക്കുന്നത്. നടപടിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അധികൃതരോടും ജനങ്ങളോടും ജനസമൂഹത്തോടുമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരെ അനുജന്മാരെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് ഇറക്കുക, മാതാപിതാക്കൾക്ക് ഒന്ന് കാണുക എന്നാണ് എനിക്കിപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത്. കാരണം എല്ലാവരും നീറി ബന്ധുക്കാരില്ല, ഫാമിലിയില്ല, എല്ലാം നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസം അവർക്കെതിരെ മുമ്പ് കേസുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ 3 പേർക്കെതിരെ ഒരു പെറ്റി കേസ് പോലുമില്ല, ആരുടെ ഒരു പെറ്റി കേസ് പോലുമില്ല. അവർ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളോ കാര്യങ്ങളോ പ്രായത്തിൻ്റെ ചില കുസൃതികൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വന്ന് തിരക്കിയാൽ, അവരുടെ നാട്ടിൽ വന്ന് തിരക്കിയാൽ, നാട്ടുകാരുടെ വന്ന് തിരക്കിയാൽ അറിയാൻ പറ്റും ആളെങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ വേറെ ഒരു കേസോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു അടിപിടി കേസ് പോലും ആർക്കുമില്ല, ഒരാൾക്ക് പോലുമില്ല ഒരു അടിപിടി കേസ് പോലും. അതുതന്നെയാണ് കഴിഞ്ഞ 8 വർഷമായി മലേഷ്യയിലെ ജയിലിൽ കഴിയുകയാണ് കൊല്ലം പേരൻ സ്വദേശികളായിട്ടുള്ള ഈ 3 യുവാക്കളും. ഈ 3 യുവാക്കളെയും എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടണമെന്നാണ് ഈ 3 പേരുടെയും ബന്ധുക്കൾ മീഡിയ വണ്ണിനോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അനിൽ കാസൈദ്, മീഡിയ 1, കൊല്ലം.